ഹലോ കൂട്ടുകാരെ, സാഹിരി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാണ്. അച്ഛൻ്റെ നാട് തൃശ്ശൂരാണ്. അവിടെ അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. മരൂട്ടിച്ചാലാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങളിപ്പോൾ പോണത്. അവിടുത്തെ വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. ഞാൻ വെക്കേഷനും അങ്ങനെയൊക്കെ പോവാറുണ്ട്. ഇപ്പൊ ദീപാവലിക്ക് അവധി കിട്ടിയപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഇപ്പം കാണുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ആനയൊക്കെ കയറാണ്ടിരിക്കാൻ വേണ്ടി കമ്പി വേലിട്ട് തിരിച്ചേക്കാണ്. കുറച്ച് അപകടമുള്ള ഒരു സ്ഥലമാണ്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടേക്ക് ആനകളും വന്യ മൃഗങ്ങളൊക്കെ വരാൻ തുടങ്ങും. നല്ലൊരു കാട് ഏരിയയാണ്. ആന, കാട്ടുപന്നി അങ്ങനെ ഉള്ള കുറേ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നിറച്ച ആൾക്കാരാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടേക്ക് ആരെയും പ്രവേശിക്കൂല. ഇവിടേക്ക് ആരും കടക്കാനൊന്നും പാടില്ല. ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇപ്പോഴും നിങ്ങൾ കാണുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ചെറിയൊരു ഭാഗാട്ടാ. വെള്ളമൊക്കെ അവിടേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് അത്. ഞങ്ങളിപ്പോ പോവാൻ പോകുന്നത് ഇതിന് താഴ്വാരത്തിലേക്കാണ്. അവിടെ അതിമനോഹരമായൊരു കാഴ്ചയുണ്ട്. അതിന് കുറച്ച് ദൂരം നടക്കുകയും ചെയ്യണം. കുറച്ച് ഇടവഴികളും കാട് കയറി പോകണം. എൻ്റെ വില്ലിച്ചൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വഴി അറിയാം. ആ ഒരു വഴി അറിയാം ഞങ്ങൾക്ക്. എത്താറായി, കുറച്ചും കൂടി പോണം. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ്. പോകുന്ന വഴി കുറച്ച് റിസ്ക് ആണ്. പാമ്പോ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അവിടെ നമ്മൾ എപ്പോഴും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വേണം പോവാൻ. നിറച്ച് കാടാണ്, ഫുൾ കാടാണ്, പാറയാണ്. അല്ലാണ്ട് നമ്മള് മനുഷ്യനിർമ്മിതി അല്ലതൊന്നും, പാറയാണ്. അടി ഫുള്ള് പാറയാണ്. പാറയുടെ പൊക്കത്തോട്ടാണ് ഇപ്പൊ നടക്കണേ. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ കാടാണ്. ഒരു ഇടവഴി പോലത്തെ ഒരു വഴിയുണ്ട്. ഇപ്പുറത്ത് റിസോർട്ടുകളാണ്. അവിടെ റിസോർട്ടാണ്. അത് റിസോർട്ടാട്ടോ. നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് എത്തിക്കണ്ട. ഒരു റൗണ്ട് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് കുട്ടികൾക്കായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് രസിച്ച് നടക്കാം. അതിൽ കൂടെ പേടിക്കണ്ട. അധികം ആഴമൊന്നുമില്ല. ഫാമിലി ആയിട്ട് വന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ടാണത്. നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായെങ്കിൽ, മരൂട്ടിച്ചാലാണ് ഈ സ്ഥലം, ഈ സ്ഥലത്തിന്റെ പേരറിയാമെങ്കിൽ ഒന്ന് പറയാട്ടോ. കണ്ട, നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നൊരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാട്ടാ. അങ്ങോട്ടേക്കൊക്കെ കാടാണ്. പിന്നെ അവിടേക്ക് വെള്ളം ഒഴുകി പോകണം. അവിടേക്കൊക്കെ നമുക്ക് പോകാം. അധികം ആഴമില്ല. ആ ഒരു റൗണ്ട് പോലത്തെ സ്ഥലത്ത് നമുക്കിപ്പോൾ കുളിക്കാനും കളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. എന്നും പറഞ്ഞ രാത്രി സമയങ്ങളിലൊന്നും അധികം ആരും ഇവിടെ വരാണ്ടൊക്കെ എന്തായിരിക്കും നല്ലത്. അധികം സേഫായ ഒരു സ്ഥലം എന്ന് പറയാനും പറ്റില്ല കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ രക്ഷിതാക്കളുടെ ഒപ്പം അല്ലെങ്കിൽ ഗൈഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ഈ സ്ഥലം അറിയില്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും നിൽക്കരുത്. ഇതിപ്പോൾ എൻ്റെ വില്ലിച്ചൻ്റെ നാളുകൊണ്ട് ചേട്ടന്മാരെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങുന്നത്. അത്രയ്ക്ക് ഡേഞ്ചറായ ഒരു സ്ഥലം കൂടിയാണത്. അപ്പോൾ ഇറങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് പോരാനൊന്നുമില്ല. കുളിക്കാനായിക്കോട്ടെ എല്ലാത്തിനും ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു ഇവിടെ വന്നിട്ട്. ആ ഒരു സ്ഥലത്തിന് ഭംഗി പറഞ്ഞറിയിക്കാൻ മതി. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണം. നമുക്കിപ്പോൾ കാശെടുക്കണം അങ്ങനൊന്നും വേണ്ട. പ്രകൃതി രമണീയമായൊരു സ്ഥലം, ചുറ്റിനും കാട്, നടുക്കൊരു വെള്ളച്ചാട്ടം. അതെങ്ങനെ ഉണ്ടാവും അതേ സ്ഥലം. അതുപോലെ തന്നെ അപകടങ്ങളും പതുങ്ങിയിരിക്കേണ്ടാവും. ചൊറിയാമ്പുഴു, നമ്മൾ രാവിലെ ആയാലും രാത്രി ആയാലും ചൊറിയാമ്പുഴു പോലത്തെ ഇങ്ങനെ കണ്ട. നമുക്ക് മരത്തിന്റെ കളറാണ്, പക്ഷെ നമ്മൾ തൊടുമ്പോഴായിരിക്കും ആ ഒരു അപകടം നമ്മൾ തിരിച്ചറിയണേ. അപ്പൊ അതുപോലെ കുറെ അപകടങ്ങളും ഉണ്ട് കേട്ടോ.
ഇതുവരെ ഇവിടെ ആരും ഉണ്ടായില്ല. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി പോണ കണ്ടിട്ട് കുറേ പേര് ഇവിടേക്ക് വന്നിട്ടാ. ഇപ്പൊ ആർക്കും അറിയില്ലായിരുന്നു ഈ സ്ഥലം ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി പോയപ്പോ ഞങ്ങളുടെ പുറകെ എല്ലാരും കൂടെ ഇറങ്ങി പോന്നു. ഇപ്പൊ ഫുള്ള് ഇവിടെ ആൾക്കാരായി കണ്ട. അതുപോലെ ചില സമയത്ത് ഇവിടെ ആരും ഉണ്ടാവും. ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് തന്നെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളും വന്ന് എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് പറയാനുള്ളത്. നല്ലൊരു സ്ഥലം, വേറൊന്നും പറയാനില്ല എനിക്ക്. അതുപോലെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യണം. വഴുക്കലുകൾ, അങ്ങനെ തലയിടിച്ച് നിറച്ച് പാറക്കെട്ടുകളാണ് ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. ഒരു നല്ലൊരു ഗൈഡ് നിങ്ങളുടെ ഒപ്പം, ഈ സ്ഥലമൊക്കെ അറിയാവുന്നൊരു ഗൈഡ് നിങ്ങളൊപ്പം എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരും വഴിക്ക് നിറച്ചും പൂമ്പാറ്റുള്ള സ്ഥലം കണ്ടു. നിറച്ചും പൂമ്പാറ്റ കാണാൻ പറ്റും. വീഡിയോ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.